അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 6/6/2025 വകബ്ബിർഹു തക്ബീറ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. തക്ബീറിൻ്റെ മന്ത്രധ്വനികളാൽ അന്തരീക്ഷം മുഖരിതമായ സമയമാണ്. റബ്ബിനെ വിശ്വാസികൾ വാഴ്ത്തിപ്പറയുകയാണ്. അവരുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന തക്ബീറിൻ്റെ മന്ത്രധ്വനികൾ മനസ്സിൽ ഏറെ സന്തോഷത്തോടുകൂടി അവർ ചൊല്ലുകയാണ്. അത് മനുഷ്യ സഹജമാണ്, റബ്ബിനെ വാഴ്ത്തിപ്പറയുക എന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സന്ദർഭത്തിൽ സമിഅ മുനാദിയൻ യുനാദി, ഒരാൾ ഉച്ചത്തിൽ ചൊല്ലുന്നത് കേട്ടു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഫഖാല, അപ്പോൾ തിരുനബി പറഞ്ഞു, അലൽ ഫിത്ർ, ഇത് മനുഷ്യ സഹജമാണ്. റബ്ബിനെ ഒരാൾക്ക് എങ്ങനെ വാഴ്ത്തിപ്പറയാതിരിക്കാൻ സാധിക്കും? റബ്ബ് എല്ലാ വസ്തുക്കളെക്കാളും മഹോന്നതനാണ്. അവനാണ് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അൽ കബീറുൽ മുതആൽ, ഉന്നതനും മഹത്തായവനും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു അവനെ തക്ബീർ ചൊല്ലാൻ വേണ്ടി, വാഴ്ത്തിപ്പറയാൻ വേണ്ടി പറയുന്നുണ്ട്. വറബ്ബക ഫകബ്ബിർ വകബ്ബിർഹു തക്ബീറ, അങ്ങയുടെ രക്ഷിതാവിനെ അങ്ങ് വാഴ്ത്തിപ്പറയുക, പിന്നെയും പിന്നെയും ഉയർത്തിപ്പറയുക. അല്ലാഹു അക്ബർ എന്നത് അറബികളുടെ ഏറ്റവും ബഹുമാനമുള്ള ആദരവുള്ള പദമാണ്. അള്ളാഹുവിനേക്കാൾ ബഹുമാനമുള്ളവൻ, ആദരവുള്ളവൻ ആരാണ്? അവനാണ് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ നീക്കിത്തരുന്നത്. അമ്മൻ യുജീബുൽ മുൽത്തർ ഇദാ ദഅാഹു വയക്ഷിഫുസ്സൂ, ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ പ്രതിസന്ധികളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ ആരാണ്? നിങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തരുന്നത് ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അള്ളാഹു ഒഴികെ വേറെ ഇലാഹില്ല, അവൻ ഏറ്റവും ഉന്നതനാണ്. റബ്ബിന് തക്ബീർ ചൊല്ലുന്ന വിശ്വാസികളെ, നമ്മുടെ ഇബാദത്തുകളെപ്പറ്റി നാം ചിന്തിക്കണം. നമ്മുടെ എല്ലാ ഇബാദത്തുകളിലും തക്ബീറുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അള്ളാഹുവിനെ എല്ലാ വസ്തുക്കളെക്കാളും നമ്മൾ ഉന്നതനാക്കുകയാണ്. അവനെ നാം വാഴ്ത്തിപ്പറയുന്നതോടുകൂടെ നമ്മുടെ മനസ്സിൽ അവനോടുള്ള ആദരവ് നിറയുകയാണ്. ഇബാദത്തുകളിൽ നാം തക്ബീറുകൾ അധികരിപ്പിക്കുന്നു. ബാങ്ക് തുടങ്ങുന്നത് തക്ബീറിൻ്റെ ധ്വനികളെ കൊണ്ടാണ്. അത് യഥാർത്ഥത്തിൽ നിസ്കാരത്തിലേക്കുള്ള കവാടമാണ്. നിസ്കാരത്തിലെ ഉയർച്ച താഴ്ചകൾ, ചലന നിശ്ചലനങ്ങളിലൊക്കെ തക്ബീറാണുള്ളത്. ഹജ്ജിലും തക്ബീറിൻ്റെ മന്ത്രങ്ങൾ ഉയരുകയാണ്. ഉളുഹിയത്ത്, ബലിമൃഗം അറുക്കപ്പെടുന്നിടത്തും തക്ബീറാണ്. യാത്രയുടെ പ്രാർത്ഥനകളിൽ നമ്മൾ തക്ബീർ ചൊല്ലുന്നു. റബ്ബ് നമ്മെ ഏത് പ്രതിസന്ധിയിലും രക്ഷപ്പെടുത്തും, ഏത് വിഷമങ്ങളിൽ നിന്നും അവൻ നമ്മെ സംരക്ഷിക്കും എന്ന വിശ്വാസത്തോടുകൂടി. ഖുൽ മൻ യുനജ്ജീകും മിൻ ളുലുമാത്തിൽ ബർരി വൽ ബഹർ തദ്ഊനഹു തളർറുഅൻ വഖഫിയതൻ ലഇൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. ഖുലില്ലാഹ്, നബി അങ്ങ് ചോദിക്കുക, കടലിൻ്റെയും കരയുടെയുമൊക്കെ ഇരുട്ടിൽ നിങ്ങൾക്ക് രക്ഷ നൽകുന്നവൻ ആരാണ്? വിനയത്തോടുകൂടെ, ഭയപ്പാടോടുകൂടെ നിങ്ങൾ അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നാം അവരെ ഈ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ നാം തീർച്ചയായും നന്ദിയുള്ളവരാകും. അങ്ങ് പറയുക, അള്ളാഹുവാണ് അവരെ രക്ഷപ്പെടുത്തുന്നവൻ. അള്ളാഹുവിന് തക്ബീറുകൾ വർദ്ധിപ്പിക്കുക, അവനെ കൂടുതൽ കൂടുതൽ വാഴ്ത്തി പറയുക. അവനൊക്കെ നമുക്ക് എത്രമാത്രമാണ് വാരിക്കോരി ചൊരിഞ്ഞു തന്നിട്ടുള്ളത്, അതിനോട് സമമായ വിധത്തിൽ. തക്ബീർ ഈ അനുഗ്രഹീതമായ ദിനങ്ങളിൽ നമ്മൾ കൂടുതലാക്കണം. അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അതിനെ ബഹുമാനിക്കൽ. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് നമ്മുടെ ഹൃദയങ്ങൾക്ക് തഖ്വ നൽകുന്നത് കൂടിയാണ്. അള്ളാഹുവിന് ഏറ്റവും
പ്രിയപ്പെട്ട അവനിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്ന വചനം. അത് ഈ ഇഹലോകത്തുള്ള എല്ലാത്തിനേക്കാളും പ്രധാനപ്പെട്ടതും ഉയർന്നതുമാണ് അല്ലാഹു അക്ബർ എന്ന വചനം. റബ്ബിനെ ഒരാൾ വാഴ്ത്തിപ്പറഞ്ഞാൽ, തക്ബീർ ചൊല്ലിയാൽ, അയാൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കും. നബിതങ്ങൾ പറഞ്ഞു, മാ കബ്ബറ മുക്കബ്ബിറുൻ ഖത്തു ഇല്ലാ ബുശ്ർ. ഒരു തക്ബീർ ചൊല്ലുന്നവനും തക്ബീർ ചൊല്ലുന്നില്ല, അയാൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിട്ടൊഴികെ. തിരുദൂതരോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് ബിൽ ജന്ന, സ്വർഗം കൊണ്ടാണോ സന്തോഷവാർത്ത അറിയിക്കുന്നത്? ഖാല നഅം, അതെ, സ്വർഗം കൊണ്ടാണ് സന്തോഷവാർത്ത അറിയിക്കുന്നത്. പ്രഭാതത്തിലും പ്രദോഷത്തിലുമൊക്കെ റബ്ബിനെ വാഴ്ത്തിപ്പറയണം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ എണ്ണമറ്റ തക്ബീറുകൾ ഈ ദിനങ്ങളിൽ നമ്മൾ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കിട്ടാൻ, പ്രാർത്ഥനകൾ സ്വീകരിക്കാൻ, നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലമായി, നമ്മുടെ വിഷമങ്ങളൊക്കെ ലഘൂകരിച്ച് കിട്ടാൻ തക്ബീർ കാരണമാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അനുചരരുടെയും മേലിൽ അള്ളാഹുവിൻ്റെ സ്വലാത്തു സലാമുകൾ വർഷിക്കട്ടെ. നമുക്ക് ഈ ദിനങ്ങളിൽ ഇനിയും തക്ബീറുകൾ ചൊല്ലാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.